respected dignitaries on the dais, other faculty members of this lovely institution, my dear students. First of all, I would like to know how many of you are not knowing Malayalam, or all are from Kerala? Yes, sir. Okay. Okay. ആദ്യമായിട്ട് ഈ ക്യാമ്പസിനെ സംബന്ധിച്ച രണ്ട് വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. വളരെ മനോഹരമായ നല്ല ഒരു ക്യാമ്പസിനെ കാണാൻ സാധിച്ചു. ഐ കൺഗ്രാറ്റുലേറ്റ് DC Ravium and Shri Ashok Kumar for maintaining it so nicely. Even bouquet which in the put the bouquet ഇതുപോലെയുള്ള പൂകൾ സാധാരണ ഞാൻ കാണാറില്ല. That is so nice. It looks like maybe some variety of roses. DC is Ravi is a good friend. അപ്പോൾ എന്നോട് പറഞ്ഞൊക്കെ ഇവിടെ അവരുടെ ഒരു കോളേജ് മാനേജ്മെന്റ് കോളേജിൽ പോകാൻ പറ്റുമോന്ന്. സോ ദീസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. AC അറിയിച്ചു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് താങ്കളോട് സംസാരിക്കാനിടയായത്. ഡ്രഗ്സിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം. സ്കൂൾ സാധാരണ ഞാൻ സംസാരിക്കുന്നത് സ്കൂൾ കോളേജുകളിൽ മാത്രമാണ്. അവർക്കേ ഉള്ളൂ ഇതിനെ സംബന്ധിച്ചുള്ള കുറെ കൂടുതൽ ആവശ്യം എനിക്ക് തോന്നുന്നത്. യു ആർ ഓൾ ഗ്രൗണ്ട് അപ്പ് പീപ്പിൾ. പക്ഷെ എനിക്കും ഡ്രഗ്സ് എവിടെ ആയാലും, സ്കൂളായാലും കോളേജ് ആയാലും സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇപ്പോൾ ഇത് എല്ലാ സ്ഥലത്തിലും എത്തിക്കഴിഞ്ഞു. കേരളം ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും മോശമായ 5-6 സംസ്ഥാനങ്ങളുടെ പേര് ഈ മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തിൽ എടുക്കുകയാണെങ്കിൽ കേരളം അതിനകത്ത് ഒരു സംസ്ഥാനമുണ്ട്. അത് അവരുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. NCRB നാർക്കോട്ടിക് റെക്കോർഡ് ക്രൈം ബ്യൂറോന്റെ ഈ ഒരു മാസം മുമ്പ് എല്ലാ ഡീറ്റെയിൽസ് വന്നിരുന്നു. കൊച്ചി സിറ്റി ലഹരി മരുന്നിന്റെ ദുരുപയോഗത്തിൽ കഴിഞ്ഞ വർഷം വരെ 3ാമത്തെ സ്ഥാനത്തിലായിരുന്നു. എല്ലാ പഠനങ്ങളിലും ഏറ്റവും മോശമായ സിറ്റി ഏതാണെന്ന് 3ാമത്തെ സ്ഥാനത്തിലായിരുന്നു. അമൃത്സറും പൂനെ കഴിഞ്ഞിട്ട്. ഈ പ്രാവശ്യം ആ റെക്കോർഡ് നാഷണൽ റെക്കോർഡ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 2ാമത്തെ സ്ഥാനത്തിലെത്തി. അപ്പോ എന്തൊക്കെയാണ് ഈ ഡ്രഗ്സ് പറയുന്നത് എന്താണ്? I have brought sufficient material also. There are 2 films also in this. So I request Mr. Ashok Kumar that everybody should be shown. Only then they will realize ഇതിന്റെ ഒരു ഭീകരാവസ്ഥ ഇത് കണ്ടാലേ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഡ്രഗ്സ് എന്ന് പറയുന്നത് ഗഞ്ചാവ്, പലതരത്തിലുള്ള ഗുളികൾ, ബ്രൗൺ ഷുഗർ, ഹെറോയിൻ, ഹഷീഷ്, മാരിജുവാന, അത് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്തേജന ഉണ്ടാവുന്നു. സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഗുളികൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് നിന്ന് ചില രോഗികൾക്ക് വേണ്ടിയും കുറെ ഗുളികൾ നമ്മൾ ഇന്ത്യയിലോ പുറത്തെ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാറുണ്ട്. ക്യാൻസർ ബാധിച്ച കുറെ രോഗികൾക്ക് ചിലപ്പോൾ അവരുടെ വേദന മാറ്റാൻ വേണ്ടി ലഹരി മരുന്ന് ഇന്ന് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് കൊണ്ട് വരെ ഗുളികളും ഉണ്ടാക്കാറുണ്ട്. അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടി ആവശ്യമാണ്. അപ്പോൾ ചില ഈ ലഹരി മരുന്ന് പറഞ്ഞ ചില ഗുളികൾ അത്യാവശ്യമായിട്ട് നമ്മൾ ആശുപത്രിയിൽ ഉപയോഗിക്കാറുണ്ട്.
നമ്മുടെ ഡ്രഗ് ഷോപ്പിലും നമുക്ക് ഈ ഗുളികളൊക്കെ കാണാം. പക്ഷേ ഒരു രോഗവും ഇല്ലാത്ത, ഒരു ശരീരത്തിൽ ഒരു വേദനവും ഇല്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തുടങ്ങിയാൽ അത് അതിന്റെ ദുരുപയോഗമാണ്. That is the misuse of the drug. 20,000-ഓളം ഷോപ്പുകൾ, മെഡിക്കൽ ഷോപ്പുകൾ കേരളത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കെല്ലാം വായിച്ചു കാണാം. ഞങ്ങളുടെ എല്ലാ കടകളും റെയ്ഡ് ചെയ്തു. കാരണം ഇത് ഒരു 36, ഏകദേശം 36 ഗുളികൾ അത് ഡോക്ടറിന്റെ പ്രെസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ രോഗികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ഡോക്ടർമാർ അതൊന്നും നോക്കലില്ല. ആരും അവിടെ പോയാലും എന്ത് ചോദിക്കാനും അവർ എംഫെറ്റമൈൻ, അതിന്റെ മിസ്യൂസിലുള്ള ഗുളികൾ, എംഫെറ്റമൈൻ, ഈ രാത്രിയിൽ ഉറക്കം വരാത്ത സമയത്ത് ചില ഗുളികളുണ്ട്, ആ ഗുളികളും വേദന മാറാനുള്ള ചില ഗുളികളുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് രോഗമൊന്നുമില്ല, നിങ്ങൾ ആ ഗുളികൾ എടുത്താൽ താങ്കൾക്ക് ഒരു ലഹരി കിട്ടും. യു വിൽ ഫീൽ ആസ് ഇഫ് യു ആർ, താങ്കൾക്ക് ഒരു ഭാരമില്ല, ഒന്നുമില്ല, താങ്കൾ അങ്ങനെ പറന്ന് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാത്രമല്ല, ഈവൻ ബെനാഡ്രിൽ, ഫെൻസിഡൈൽ, കോളക്സ്, 1 വയസ്സുള്ള 6 മാസമുള്ള കുട്ടികൾക്ക് ജലദോഷമോ ചുമ മാറ്റാനുള്ള സിറപ്പുകളാണ്. സിറപ്പ് 2. ഈ ഗുളികൾ, ഈ സിറപ്പ് ഒരു 50 ഗ്രാമിന്റെ ഒരു ബോട്ടലിന്റെ ആ സിറപ്പ് ഒരു 10 ഇല്ലെങ്കിൽ 12 വയസ്സോ ഇല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടി ആ മൊത്തം 50 ഗ്രാമിന്റെ എന്താ പറയുക ബോട്ടൽ കോളക്സിന്റെ ഒരു വെറും 6 മാസത്തിന്റെ കുട്ടിക്ക് ചുമ മാറ്റാനുള്ള ഒരു സിറപ്പ് മാത്രമാണ്. പക്ഷെ അതേ സിറപ്പ് ഒരു 15 വയസ്സുള്ള കുട്ടി നേരിട്ട് അത് മൊത്തം കഴിച്ചാൽ, ഒരു വിസ്കി കഴിച്ച ശേഷം, വിസ്കിന്റെ 4 പേര് കഴിച്ച ശേഷം കിട്ടുന്ന ലഹരി, കിട്ടുന്ന ആ ഇൻടോക്സിക്കേഷൻ പോലെ ആയിരിക്കും ഈ കുട്ടി ഈ സിറപ്പ് കഴിക്കുമ്പോൾ പോലെ. The effect is the same. Are you aware of it? എന്താ ഇത് ഞാൻ പറഞ്ഞ ശേഷം ഇത് ഉപയോഗിക്കാൻ പോവുകയാണ്. It's very common. I feel so. കോറക്സ്, പഞ്ചാബ് സംസ്ഥാനം മൊത്തം നശിച്ചു പോയത് കോറക്സ് കൊണ്ട് മാത്രമാണെന്നാണ് അവരുടെ പറയുന്നത്. കോറക്സ് ചെറിയ ഒരു വയസ്സുള്ള കുട്ടീന്റെ ചുമ മാറ്റാനുള്ള ഒരു സാധാരണ സിറപ്പാണ്. കോറക്സിന്റെ ഈ അവിടുത്തെ കുട്ടികളെ ഈ അവസാനത്തെ എല്ലാ സമയത്തിലും ഈ ഡ്രഗ്സ് കിട്ടും വേണമെന്നില്ല. ആ കോറക്സ് കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഉടുത്ത പഞ്ചാബ്, if you have seen a film which came around 6 months ago, you should have seen. Show them that film if you can, sir. It will show you എങ്ങനെ ഒരു സംസ്ഥാനം മുഴുവൻ എങ്ങനെ നശിച്ചു പോകുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 5-6 വർഷം ശേഷം അതുപോലെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ഇവിടെ ഭക്ഷണക്കാരുടെ വേറെ കാരണമുണ്ട്. ഇതൊരു സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, എത്ര വേണമെങ്കിൽ കാണാം. 37% രജിസ്റ്റേർഡ് പോപ്പുലേഷൻ ഓഫ് പഞ്ചാബ് ഡ്രഗ് കഴിക്കുന്നവരാണെന്ന് സർക്കാർ തന്നെ പറയുന്നു. 100 ആണ് പഞ്ചാബിലുണ്ടെങ്കിൽ 37 ഇതിന്റെ രജിസ്റ്റേർഡ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ പറയാറുണ്ട്, യു ആർ ഇൻ ആർമി, യു ഹാവ് സീൻ ദി 90s, 80s. അന്ന് 1980s ഒരു മുഴുവൻ ജനറേഷൻ ആ ഭീകരാവസ്ഥയിൽ അങ്ങനെ പഞ്ചാബിന്റെ ഒരു ജനറേഷൻ അത് അന്ന് നശിച്ചു പോയി. രണ്ടാമത്തെ ജനറേഷൻ ഇപ്പൊ ഗുളികൾ, ലഹരി കൊണ്ട്, ഡ്രഗ്സ് കൊണ്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. പോയി ഡിസ്പേസ്ഡ്. അതുപോലെയുള്ള അവസ്ഥ ഇവിടെ യാതൊരു വശാലും വരാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ കുറെ ഏർപ്പാടുകൾ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. In the last 4 months, in a record time, we have taken 1000 കേസുകൾ ഡ്രഗ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ 4 മാസത്തിൽ മാത്രം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്തു. 1200 ആളുകളെ ജയിലിൽ അയക്കാൻ സാധിച്ചു. 10,000 കേസുകൾ
വ്യാജമായിട്ടും ഈ പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടത്തിട്ട് കൊണ്ടുവരാനുള്ള IMFL ഇല്ലെങ്കിൽ വിദേശ മദ്യവും ഇങ്ങനെയുള്ള കേസിൽ ഞങ്ങൾ ആളുകളെ പിടിച്ച് ഒരു 9,000 ആളുകളെ ജയിലിൽ അയക്കാൻ സാധിച്ചു. 75,000 കിലോ 70,000 കിലോ പാൻ പരാഗ് അവയവങ്ങൾ, ഹാൻഡ്സ്, ഖൈനി, ഗുട്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ പിടിച്ച് ആ സാധനങ്ങൾ ഞങ്ങൾ നശിച്ചു. മൊത്തം കേരളത്തിന്റെ പാൻ കടകളെ എല്ലാ സ്ഥലവും നിന്ന് ഞങ്ങൾ എടുത്തു കളഞ്ഞു. There is no pan shop in Kerala. All shops are closed. ഞങ്ങൾ പോയ ശേഷം അഥവാ ഏതൊരു രഹസ്യമായിട്ട് കൊണ്ടുവന്നവരൊക്കെയാണെങ്കിലേ ഉള്ളൂ. അതും ഞങ്ങൾ വിവരണം കിട്ടിയാൽ ഒപ്പം പോയി അവർ പിടിച്ച് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്കൂൾ കോളേജിന്റെ പരിസരങ്ങളിലാണ് ഇങ്ങനെയുള്ള കടകൾ നേരത്തെ ഉണ്ടായത്. അവിടെ നിന്നാണ് ഈ കുട്ടികൾ ആദ്യം ഈ പാൻപരാഗിൽ നിന്ന് അവർ ഈ ലഹരിയിലേക്ക് പോകാനുള്ള അവർക്ക് ഒരു താല്പര്യം, അവർക്ക് ഒരു പ്രോത്സാഹനം കിട്ടുന്നത്. അതിനുശേഷം പിന്നെ അവർ വേറെ ഗുളികളിലേക്ക് പോകുന്നു. ഇത് എവിടെ നിന്ന് വന്നു? തമിഴ്നാട് തന്നെയാണ്. 90-95% ഗഞ്ചാവ് മൊത്തം വരുന്നത് തമിഴ്നാട് നിന്ന്. ഈ അമരവിള ചെക്ക് പോസ്റ്റുകൾ വഴി, അമരവിള, അരിയൻകാവ്, ഹുബ്ലി, കാലിക്കാവ്, വാളയാർ അവിടെ നിന്നാണ് വരിക. കർണാടക ബോർഡറാണെങ്കിൽ നമ്മുടെ മഞ്ചേശ്വരം, പിന്നെ മുത്തങ്ക. ഗഞ്ചാവ് മുഴുവൻ വരുന്നത് ഈ 2 സ്റ്റേറ്റിൽ തന്നെയാണ്. ഗഞ്ചാവിന്റെ കൃഷി നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കിയിലും നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് കാണുന്നില്ല. വല്ലപ്പോഴും ഞങ്ങൾക്ക് ഈ ചെടികൾ എവിടെയെങ്കിലും കിട്ടാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ വേ ഇറ്റ് യൂസ് ടു ബി earlier. ഇപ്പോ ഇടുക്കിയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഈ ഗഞ്ചാവ് ചെടികൾ കിട്ടിയത് കാസർഗോഡ്, പാലക്കാട് ആൻഡ് ഈവൻ തിരുവനന്തപുരം സിറ്റി. ആളുകൾ ഇപ്പോൾ ഗഞ്ചാവ് ചെടികളാണ് ഇപ്പോൾ വളർത്തുന്നത് വീടുകളിലേക്ക്. 200 to 300 plants, ganja plants. ഗുളികൾ, സിന്തറ്റിക് ഡ്രഗ്സ്, അതായത് ഗുളികളൊക്കെ എല്ലാം വളർത്തുന്നത് ഗോവാണെങ്കിൽ നമ്മുടെ ബോംബെയിൽ നിന്നാണ്. ഈ സാധനങ്ങൾ വളർന്നത് എല്ലാ മാർഗങ്ങൾ കൊണ്ടാണ്. റോഡ് വഴിയും, റെയിൽവേ വഴിയും, കടൽ വഴിയും, എയർപോർട്ട് വഴിയും എല്ലാം. എത്ര പിടിച്ചാലും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ ആവശ്യപ്പെടുന്നു. എവരിബഡി വാണ്ട്സ്. കുട്ടികൾക്ക് അത് വേണം, ബാക്കി ആളുകൾക്ക് വേണം, കോളേജുകളിൽ അത് വേണം. Recently, I have started raiding all the hostels of all the districts, of all the colleges. ഇവിടെ നമുക്കൊരു ഹോസ്റ്റൽ AC നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ഹോസ്റ്റൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ നമ്മുടെ ഇടുക്കി ജില്ലയിൽ 3-4 കോളേജുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. Don't be surprised if we come and see your hostel. അവിടെ കുഴപ്പമാവോ? പെൺകുട്ടികൾ പറയുന്നത് കുഴപ്പമാവില്ല. ആൺകുട്ടികൾ ഒന്നും പറയുന്നില്ല. നോക്കാം, ഒന്ന് നോക്കിക്കോട്ടെ. അല്ല, ഇത് ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങൾ എന്തിനെ ഈ പട്ടി പോലെ 24 മണിക്കൂറൊക്കെ നമ്മുടെ ഫാമിലി നടക്കുന്നത്? ഓൺലി ബിക്കോസ് ഓഫ് യുവർ സൗണ്ട് ഹെൽത്ത്. അവരുടെ ആരോഗ്യം നന്നായിരിക്കണമെന്ന് ഞങ്ങളുടെ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, ദുരുദ്ദേശം വേറെ ഒന്നുമില്ല. The second. Now, third is why students take this? Students നിങ്ങൾ പോലുള്ള ഈ വയസ്സുള്ള കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്? എന്റെ 3-4 തിയറീസ് നിങ്ങൾ പോലീസ് ഓഫീസറായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഒന്ന്, കുട്ടി വിചാരിക്കും, സ്റ്റുഡന്റ് വിചാരിക്കും ഒരു പ്രാവശ്യം മാത്രം കഴിക്കാം, ഇത് കഴിച്ചു നോക്കട്ടെ എന്താണെന്ന്. ഇത് ഒരു ക്യൂരിയോസിറ്റി, അൺനെസസറി, ഒരു ആകാംക്ഷ, എക്സൈറ്റ്മെന്റ്. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കാം, പിന്നെ ഞാൻ ഇത് തൊട്ട് പോകുന്നില്ല, പിന്നെ ഞാൻ തൊട്ടാൻ പോകുന്നില്ല. മിസ്റ്റേക്ക്, തെറ്റാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ചാൽ താങ്കൾക്ക് വീണ്ടും ഇത് ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ദിവസേന ആഹാരം വേണ്ടി വരുന്നു, ദിവസേന നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ വെള്ളം വേണ്ടി വരുന്നു. അതുപോലെ ആവശ്യമായിട്ട് മാറും ഗുളികൾ. അത് സേവമായിട്ട് വന്നാൽ കാഴ്ചപ്പെട്ടു.
നമ്മൾ ചാവാൻ പോകുന്നു, നമ്മൾ മരിക്കാൻ പോകുന്നു, അതിന്റെ ഡോസ് അന്നത്തെ ആ സമയത്തിൽ കിട്ടിയില്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ take them, my humble request to you is take them one day to a nearby de-addiction center. ഇതൊക്കെ ഇതിൽ പെട്ടുപോയ കുട്ടികളുടെ ഡി അഡിക്ഷൻ സെന്ററിൽ ഒന്ന് പോയി നോക്കണം. അത് കണ്ടാൽ കാണുമ്പോൾ മനസ്സിലാവും പെട്ടുപോയാൽ അതിൽ തിരിച്ചു വരാൻ എന്ത് പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഏത് കേസിന് മാത്രമേ ആ കുട്ടി ഒരു നോർമലായിട്ട് ചിലപ്പോൾ വരും. അധികം 75% 80% ഒന്നുമില്ല. അവർക്ക് ചികിത്സ ഉണ്ട്, അവിടെ സൈക്യാട്രിസ്റ്റ് ഉണ്ടാവും, അവിടെ വേറെ ഒരു ഡോക്ടർ ഉണ്ടാവും, അമ്മ അച്ഛനോട്, അമ്മ അച്ഛനോ അല്ലെങ്കിൽ അമ്മ അവിടെ ഉണ്ടാവണം. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് ചികിത്സിപ്പിക്കുക. വയലന്റ് ആവുമാണ്. അതൊരു തെറ്റിദ്ധാരണ നമ്പർ 1. ഒരു പ്രാവശ്യം മുൻകഴിഞ്ഞാൽ ഞാൻ ചെവിയില്ല, നടക്കില്ല. അത് മാത്രം ആകാംക്ഷ മാത്രം പൂർത്തിയാക്കാൻ നിങ്ങൾ ദയവായി ഈ ജോബ്സിന്റെ അടുത്ത് പോകരുത്. നമ്പർ 1. നമ്പർ 2, കുട്ടികൾ, സ്റ്റുഡൻസ്, കോളേജായാലും സ്കൂളായാലും അവരോട് പ്രേരിപ്പിക്കുന്നത്, ഇത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ പഠിക്കുന്ന വേറെ കുട്ടികൾ. പുറത്തുനിന്ന് ആരോട് വന്ന് കാണാൻ പഠിപ്പിക്കാറില്ല. പുറത്തുനിന്ന് ഈ കോളേജ് ഈ ക്യാമ്പസിൽ ആർക്ക് വരാൻ പറ്റുമോ? ഈ ക്യാമ്പസ് മാത്രമല്ല, ഏത് സ്കൂളായാലും കോളേജായാലും ക്ലാസ് തുടങ്ങിയ ശേഷം ഒക്കെ അവിടെ ഒരു കെട്ടി അവിടെ ഒരു ആളുണ്ട്, പേഴ്സൺ അകത്ത് വരാൻ ആരെ സംഭവിക്കില്ലല്ലോ. ഈ കുട്ടികൾ ചില ഒരു ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ടാവും. ചില കുട്ടികൾ കഴിക്കില്ല, ചില കുട്ടികൾ കഴിക്കണം. കഴിക്കാത്ത കുട്ടികളെ അവർ കഴിക്കുന്നവർ അവർ നിർബന്ധിക്കും. കാരണം അവർ നശിച്ചു പോയി, ഒരു സൈക്കോളജിക്കൽ ഇഫക്ട്. അവർ നശിച്ചു പോയി, ഇവരും നശിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിക്കും. കുട്ടികൾ ആ രീതിയിൽ നിവൃത്തിയില്ലാതെ നമുക്ക് വേറെ ആരോട് പറയില്ല. അവർ കഴിക്കും, അവരങ്ങനെ അവരുടെ ശീലമായിട്ടുണ്ടാവും. പോയിന്റ് നമ്പർ 2, അങ്ങനെ ആരും അവനെ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങളതോ ഇത് ആരോട് പറയാതെ അത് നിങ്ങൾ അനുസരിക്കരുത്. അത് താങ്കളുടെ മാനേജ്മെന്റിനോടോ അല്ലെങ്കിൽ താങ്കളുടെ ടീച്ചേഴ്സിനോടോ അറിയിക്കേണ്ടതാണ്. യു ഹാവ് ടു ഇൻഫോം. നിങ്ങൾ ആ വലയിൽ വീഴണം. നമ്പർ 3, നമ്മുടെ കുറെ ചിന്തകളുണ്ടാവും, നമുക്ക് മനസ്സിന് കുറെ ചോദ്യങ്ങളുണ്ടാവും. കൂടുതലുണ്ടാവുന്നത് +2 SSLC +2 എനിക്ക് A ഗ്രേഡ് കിട്ടുമോ, A+ ഗ്രേഡ് എനിക്ക് കിട്ടുമോ, എനിക്ക് വേറെ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് നല്ല മാർക്സ് കിട്ടുമോ, 95% മാർക്സ് എനിക്ക് കിട്ടുമോ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള ഒരു ഊഹങ്ങൾക്ക് ഒരു അവസാനമൊന്നുമില്ല. അപ്പൊ താൽക്കാലികമായി ചെയ്യാറുണ്ടെങ്കിൽ ഏതായാലും നമ്മൾ 2 ദിവസത്തേക്ക് ഒരു കുളി വാങ്ങി ഇത് താൽക്കാലികമായി നമ്മൾ മറന്നു കളയാം. അങ്ങനെ മറക്കാൻ പറ്റില്ല. പോയിന്റ് നമ്പർ 3, യുവർ ടെൻഷൻ, യുവർ സ്ട്രെസ് പിടികൂട്ടം അങ്ങനെ പോകുന്നില്ല. അത് താങ്കളുടെ അവസ്ഥ കുറിച്ച് കൂടുതൽ വഷളാക്കാൻ പോകുന്നേ ഉള്ളൂ. Now, how the parents can help. ഈ അമ്മ അച്ഛന്മാർക്ക് എങ്ങനെ കുട്ടികളെ ഇതൊക്കെ ഈ ഡ്രഗ്സിനെ വിമുക്തനാക്കാൻ അവർക്ക് എങ്ങനെ പെട്ടെന്ന് സാധിക്കും? അമ്മ അച്ഛനക്ക് വേണ്ടത് കുട്ടികളോട് സംസാരിക്കുക. 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്. സാധാരണ രീതിയിലേക്ക് നമ്മുടെ വീടുകളിൽ ഒരു 10 മിനിറ്റ് പോലെ സംസാരം ഇപ്പോൾ അമ്മ അച്ഛനും കുട്ടികളും തമ്മിൽ നടത്താറില്ല. കുട്ടികൾ അവരുടെ വഴിയാണ്. അവരെ സ്കൂളിൽ പോകുന്നു, കോളേജ് പോകുന്നു, 2 മണിക്ക് ഉറങ്ങുന്നു, എന്തോ കഴിക്കുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നു, ഹോബി ക്ലാസ്സിൽ പോകുന്നു. പിന്നെ രാത്രിയിലോ 7-8 മണിക്കാണ് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് കാണുന്നത്. അപ്പൊ അന്നേ കുട്ടി ചിലപ്പോൾ അമ്മ അടുക്കളയിലോ ബിസി ആയിരിക്കാം, ഇല്ലെങ്കിൽ അച്ഛനോ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, എന്തോ ചെയ്യാം. പക്ഷെ ആ സമയത്ത് അവിടെയാണ് വേണ്ടത് ഈ കുട്ടി സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ കാര്യമാണ്, താങ്കളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സബ്ജക്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, ബുദ്ധിമുട്ടാവുന്നുണ്ടോ, സബ്ജക്ട് മാറ്റണോ, ഇങ്ങനെയൊക്കെയുള്ള സംസാരം അമ്മ അച്ഛനുമായി നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് നടക്കില്ല. അപ്പൊ കുട്ടീന്റെ ആ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കും. എപ്പോഴും മൊബൈൽ ഫോണിന്റെ ഒരു ശല്യമുണ്ട്. നേരത്തെ നമുക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ചെലവില്ലാത്ത നമ്മൾ രാത്രിയിൽ വന്നിട്ട് 2 വാക്ക് അമ്മ അച്ഛന്മാരോട് നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഇപ്പൊ അതിനോട് സംസാരമില്ല.
അവിടെ നിന്ന് മകൻ ഫോൺ നമ്മൾ ഫോണിന് പുറകെ നടക്കും. സോ let there be more communication between the child and the parent. Second, കുട്ടികൾ നമ്മളൊരു സാധാരണ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്, കുട്ടികൾ ഇതിനകത്ത് ഈ ശല്യത്തിൽ പെട്ടുപോയാൽ നമ്മളെ ആരെ അറിയിക്കേണ്ട, നമ്മുടെ നാട്ടുകാർ അറിയിക്കേണ്ട, നമ്മുടെ ബന്ധുക്കൾ അറിയേണ്ട, ടീച്ചർ അറിയേണ്ട. എന്റെ മകൻ ഇതൊരു കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വെച്ച് നടക്കും. ഇങ്ങനെ മനസ്സിൽ വെച്ച് നടന്നാൽ ആർക്കും ഗുണമുണ്ടാവില്ല. ഈ കുട്ടീന്റെ അവസ്ഥ കൂടുതൽ സീരിയസ് ആവുന്നേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടി എന്തോ കഴിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതൊരു അംഗീകരിക്കുക, ഏറ്റെടുക്കുക. ആ പ്രോബ്ലം കുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അത് നന്നാക്കാൻ ശ്രമിക്കുക. ചെറിയ കാലം ഉണ്ടെങ്കിൽ, അല്പകാലം ഉണ്ടെങ്കിൽ കുട്ടിയെ തിരിച്ച് നമുക്ക് ഒരു നോർമലായിട്ട് കൊണ്ടുവരാൻ പെട്ടെന്ന് സാധിക്കും. ഇല്ലെങ്കിൽ കൂടുതൽ സമയം പിടിക്കും, കൂടുതൽ പൈസ ചെലവാകും. അതാണ് അമ്മാച്ചന്മാരാണ് ചെയ്യുന്നത്. മനസ്സിൽ ഒന്നും വെക്കേണ്ട. നമ്മൾ തന്നെ ആദ്യമായിട്ട് ഇറ്റ് ഷുഡ് ബി ദി മദർ ഹു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ കുട്ടിയെ എന്തോ പറ്റിയിട്ടുണ്ട്. തേർഡ്, കുട്ടിയെ പെരുമാറ്റം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഗർഭം കഴിഞ്ഞ ശേഷം നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മാനസികമായും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമുക്ക് നടക്കാൻ പോലെ പറ്റില്ല, നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പോലെ നമുക്ക് പറ്റില്ല. കുട്ടികൾക്ക് നേരത്തെ അമ്മ അച്ഛനൊക്കെ കണ്ടാൽ കെട്ടിപ്പിടിക്കാനുള്ള സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അമ്മാനെ മകനെ കെട്ടിപ്പിടിക്കുക, അമ്മാനെ അടുത്ത പോലെ വരാനും മടിക്കും കുട്ടികൾ. കാരണം അമ്മാനെ അടുത്ത് വന്നാൽ കുട്ടീനെ ഈ ലഹരി മണത്തിന് വല്ലാത്ത മണമൊക്കെ ഉണ്ടാവും. ചില അമ്മ തിരിച്ച് കെട്ടിപ്പിടിച്ചാലോ. പക്ഷെ അമ്മാനെ അത് വേണം. പക്ഷെ അമ്മാനെ ഒരു 10 മിനിറ്റും ഒരു 20 മിനിറ്റ് കുട്ടീനെ ഒരു കാര്യമായിട്ട് നോക്കിയാൽ, ശ്രദ്ധിച്ചാൽ എ മദർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് there is a problem with the child. ഇയാൾ ഇയാൾ ഒരു തെറ്റായ വഴിയിലേക്ക് ഇയാൾ പോയിട്ടുണ്ടെന്ന് മദർ ക്യാൻ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഇൻ ഇന്ത്യ. ദിസ് ഇസ് നോട്ട് അമേരിക്ക. അമേരിക്കയിൽ ഇതൊന്നുമില്ല. 13 വയസ്സ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സീനിയർ ഈ കോളേജിന്റെ ഒക്കെ 13 വർഷം വയസ്സ് കഴിഞ്ഞ ശേഷം പിന്നെ അമ്മ അച്ഛന്മാർ കുട്ടികളുടെ കാര്യം നോക്കാൻ അവർ ബാധ്യസ്ഥനില്ല. അത് അവരുടെ നിയമമാണ്. ഡിഫറെന്റ് കൺട്രി. നിങ്ങളുടെ കാര്യം നോക്കണം. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യുകയാണെങ്കിൽ, കോളേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പൈസ സമ്പാദിക്കണം. കുട്ടി തന്നെ സമ്പാദിക്കണം. ഇവിടെ പോയി ഇവിടെ ഹയർ സ്റ്റഡീസിൽ പോയി ക്ലാസ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ അമ്മ അച്ഛന്മാർ അവർ കഴിയുന്നവരെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം മാത്രം നോക്കാത്ത എന്താണ്? Why are they not looking properly to the side of the child? അത് നാട്ടുകാർ വന്നിട്ട് അമ്മാച്ചന്മാരോട് പറയുകയാണ്, താങ്കളുടെ കുട്ടി എന്തോ നോക്കണം, ഇയാളുടെ ഒരു മോശമായ ഒരു കമ്പനിയിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. That means we are not looking after our children properly. ടീച്ചർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? That was students, parents, teachers. ടീച്ചർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർമാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ടീച്ചറിന് കഴിവുണ്ടെങ്കിൽ ടീച്ചർ വിൽ ഫൈൻഡ് ഔട്ട് എവറിത്തിങ്. 13 വർഷം മുമ്പ് എന്റെ മകൻ SSLC ഇവിടെ പഠിക്കുമ്പോൾ കോളേജിൽ, ഇവിടെ സ്കൂളിൽ തിരുവനന്തപുരത്തിൽ മകൻ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ ഞങ്ങളുടെ ക്ലാസ്സിന് ബീഡി വലിയുണ്ട്, സിഗരറ്റ് വലിയുണ്ട്, ഗാഞ്ചാ വലിക്കലുണ്ട്, ഇല്ലാത്ത ദൂഷ്യം ഒന്നുമില്ല. Everything is there in my class. A 10th class student, that's my son, will come and tell me. അപ്പോൾ ഞാൻ ഈ കാര്യം ടീച്ചറും പ്രിൻസിപ്പലിനോട് പറഞ്ഞു. അവരത് അവർക്ക് ഇതൊരു അംഗീകരിക്കാൻ ശ്രമിച്ചു. ആ സ്കൂള് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സ്കൂളായിരുന്നു. Everybody knows that school. പേര് വേണ്ട, let us not discuss the name. മകൻ പറഞ്ഞ കാര്യം ശരിയല്ല. അപ്പൊ ഞാൻ എന്റെ മകനെ, ഞാൻ പറഞ്ഞ കാര്യം അവരെ ഏറ്റെടുത്തിട്ടില്ല, അവർ അംഗീകരിച്ചിട്ടില്ല. എന്റെ മകൻ പറഞ്ഞ എന്റെ മകൻ പറഞ്ഞ കാര്യം അവർ ഏറ്റെടുത്തിട്ടില്ല. ഞാൻ എന്റെ മകനെ എടുത്തിട്ട് ഊട്ടിയിലേക്ക് ഒരു സ്കൂളിലേക്ക് അയച്ചു. I took him out. ആ സ്കൂളിൽ ഇപ്പോൾ നശിച്ചിരിക്കുന്നു. It has gone to dogs. കാരണം അവർ അന്ന് ടീച്ചർമാർ ഞങ്ങൾ പറഞ്ഞ പാരന്റ് പറഞ്ഞ കാര്യം, കുട്ടികൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ക്ലാസ്സിൽ എന്താണ് നടക്കുന്നത് നോക്കിയാൽ അറിയാം. I was also a lecturer before coming to this service for 1 year. നമ്മുടെ ക്ലാസ്സിൽ ഒരു 10, 20, 30 കുട്ടികളുണ്ടെങ്കിൽ ഏത് കുട്ടിയെ
ക്ലാസ്സിലെ ശ്രദ്ധ ഉണ്ട്, ഏത് കുട്ടിയുടെ ശ്രദ്ധ ഇല്ല, ഏത് കുട്ടിയും മറ്റേ കുട്ടികളെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, എന്തോ ഇയാൾ കഴിക്കുന്നു, എപ്പോഴും വീട്ടു ബാങ്കിൽ ഇരിക്കുന്നു, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഈ ഇറ്റ് ഈസ് നോട്ട് then what for we are, what kind of a teacher I am? I should be useless. Number one, ഞാനൊന്നും കഴിവില്ലാതെ ആയിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. എന്റെ പണിയൊന്നും 40 മിനിറ്റ് ക്ലാസ് മാത്രം എന്തോ സംസാരിച്ചിട്ട് പോകാനല്ലാതെ എനിക്ക് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. അത് ശരിയല്ല. എല്ലാം കണ്ടിട്ടും ഒന്നും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഭാവം ഒരു ടീച്ചറിന് ഉണ്ടാവാൻ പാടില്ല. ടീച്ചറിന്റെ മക്കൾ വേറെ ഒരു ക്ലാസ്സിന് ഉണ്ടെങ്കിൽ ആ ക്ലാസിന്റെ ടീച്ചർ ഈ ടീച്ചറിന്റെ എന്നോട് മക്കളുടെ കാര്യം നോക്കിയില്ലെങ്കിൽ ഈ ടീച്ചറിനെ എങ്ങനെ തോന്നും? ടീച്ചർ ഷുഡ് ഓൾസോ ബിഹേവ് ലൈക്ക് എ പാരന്റ് ഓൾസോ. അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് വെറുതെ അല്ല, സ്കൂൾ കോളേജുകളിൽ സ്കൂൾ കോളേജിൽ ഞാൻ മിക്കവാറും എവറി ഡേ ഐ ഗോ ടു സ്കൂൾ ഓർ കോളേജ് എവറി ഡേ. ഞാൻ ഇതൊരു മിഷനായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ശല്യം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കുറക്കണം, അവസാനിപ്പിക്കണം. പക്ഷെ എനിക്ക് മറ്റേ ആളുകൾ മറ്റേ മേഖലകളിൽ നിന്ന് എനിക്ക് സഹായം വേണം, ഇൻഫോർമേഷൻ വേണം. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രോം എനിവൺ, ഐ ഓൺലി വാണ്ട് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ വന്നാൽ ഞങ്ങൾ പോയി നടപടിയെടുക്കും. ആരൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്, കുട്ടികളുടെ ഞങ്ങൾ കേസെടുക്കില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈവൻ ഇഫ് സപ്പോസ് വി ഗെറ്റ് സംതിങ്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നിന്ന് 100 കുട്ടികളെ ഞങ്ങൾ പിടിച്ചു ഈ ലഹരി കൊണ്ട്. അപ്പോൾ ഈ കുട്ടികളോട് ഞങ്ങൾ കണ്ടു ഇത് എവിടെ നിൽക്കുന്നു ഒന്ന് പറയുന്നു. കുട്ടികളെ കണ്ടു ഞങ്ങൾ ആ പേര് പറഞ്ഞു. ആ ആളുകളെ ഞങ്ങൾ മാത്രം അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആ കേസുകളിൽ ഈ കുട്ടികൾ ഞങ്ങളുടെ സാക്ഷിയാണ്. വിറ്റ്നസസ്. സെയിം തിങ് ഈ കുട്ടിയെ പിടിച്ചിട്ട് ജയിലിൽ അയക്കുന്ന കാര്യം എന്താണ്? എന്തോ കേൾക്കുന്നു. കുട്ടിയെ ആരാണ് ഇന്ന് വന്ന് തടങ്ങുന്നതാണോ നമ്മൾ പിടിക്കുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഐ ആം ആസ്കിംഗ് എവറി പ്രിൻസിപ്പൽ, എവറി ഹെഡ് മാസ്റ്റർ, എവറി സ്റ്റുഡന്റ്. താങ്കളുടെ പരിസരത്തിൽ വേറെ ആരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. Even I have given my 2 numbers which are universal now. So somebody can note down. I will give 2 numbers which Shri Ashok Kumar sir can put it on the notice board. 94471. Only one person can need to know. 94471 78000. Second is 90611 78000. You are all welcome to give me information anywhere. ഈ ക്യാമ്പസിന്റെ അടുത്തായാലും അവരുടെ വീട്ടിലെ അടുത്തായാലും കേരളത്തിൽ എവിടെയായാലും ഞാൻ പറഞ്ഞാൽ ലീഗൽ ആക്ട്. അപ്പോ ഇത് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ഇതാണ്. Two more things. The one is that is not exactly about the drug. These are some other 2-3 problems which the new generation is facing. The nuisance of social media. It is a big problem. There is no one here who doesn't have a mobile phone. എല്ലാവരും കയ്യിൽ മൊബൈൽ ഫോൺ കാണും. മൊബൈൽ ഫോണിന് 2 ദുരുപയോഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ സമയം കളയുകയാണ്. 2 മണിക്കൂർ 3 മണിക്കൂർ. സാംസങ് കമ്പനി ഇന്ത്യ രാജ്യത്തിലൊരു സ്റ്റഡി നടത്തി. അവർ പറയുന്നു ഞങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സെയിൽ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ ഇന്ത്യയിൽ മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയുള്ളൂ. വൈ? എവറി മന്ത് ഇന്ത്യൻസ് ബൈ 1 crore phones. അതറിയാമല്ലോ. 1 കോടി ഫോൺ ആളുകൾ ഒരു മാസത്തിലെ ഇന്ത്യ രാജ്യത്തിൽ വാങ്ങിക്കുന്നു. Just imagine. അത് സ്റ്റഡിയുടെ ഇത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, every Indian touches its phone 25 times. നമുക്ക് പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചുമ്മാ നമ്മൾ ഇത് നോക്കും. അത് നമ്മളെ ഒരു ശീലമായി പോയി. You may not even be knowing. ഫോൺ ഉണ്ടെങ്കിൽ ഒന്നുമില്ല അതിനകത്ത്. You might not have got a message. പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ല. You have become so habituated. It is Samsung company's official study. You can see it on Google. മൂന്നാമത്തെ, 2 മണി every Indian, അത് ഇവർ ഒരു വർഷം മുമ്പ് ചെയ്ത സ്റ്റഡിയാണ്. ഒരു വർഷത്തിൽ 300 മണിക്കൂർ മുതൽ 500 മണിക്കൂർ വരെ വാട്സപ്പിൽ മാത്രമാണ് ഒരു ഇന്ത്യൻ സമയം കൊടുക്കുന്നത്.
300 മണിക്കൂർ മീൻസ് ഓൺലി യു ക്യാൻ സേ 1 hour per day. അത് മാത്രമാണോ? ഒന്നും നിങ്ങൾ മനസ്സിനെ അമ്മയുടെ പേരെടുത്തിട്ട് ഒന്നും ആലോചിച്ചിട്ട് 1 മണിക്കൂർ മാത്രമാണോ നിങ്ങൾ വാട്സപ്പ് നോക്കുന്നത്? 2 മണിക്കൂർ 3 മണിക്കൂറാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ സോഷ്യൽ ഗജറ്റ്സും ഒന്ന് നോക്കി, ഇന്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എല്ലാം നോക്കിയാൽ എന്താ 1 മണിക്കൂർ നിൽക്കുവോ? നിൽക്കില്ല. It will go beyond. You are wasting more time. അത് സാംസങ് എല്ലാം സ്റ്റഡി ചെയ്ത് വെച്ചു. And that's why they are only selling it in their maximum phone, Samsung phone is being sold in this country maximum. There is another history. How the WhatsApp is ruining our ഇത് എങ്ങനെ സമൂഹത്തിനെ എങ്ങനെ നശിപ്പിക്കുകയാണ്. ഇംഗ്ലണ്ടിലുണ്ടായ ഒരു സ്റ്റഡിയാണ്. 52% ആളുകൾ വീട്ടില് 52% ആളുകൾ അവരുടെ വീട്ടിൽ പോയ ശേഷം സംസാരം വീട്ടില്, അതായത് വീട്ടിൽ ഇരിക്കുകയാണ്, ഭാര്യ ഭർത്താവ് എന്റെ കുട്ടികളുണ്ടെന്ന് വിചാരിച്ചു, 4 ആള് വീട്ടിൽ പോയ ശേഷം 52% പോപ്പുലേഷൻ ഓഫ് ഇംഗ്ലണ്ട് ഈസ് സ്പീക്കിംഗ്. അവർ തമ്മിൽ സംസാരമില്ല, വാട്സപ്പിനാണ് സംസാരം. ഭാര്യ ചോദിക്കും, നീ തന്നെ റെഡി ആയിട്ടുണ്ട്, ഒന്ന് താഴത്തിലേക്ക് വരാമോ? സത്യമാണ് പറയുന്നത്. That also you can see on Google. I have read it. അപ്പോൾ അവിടെ എല്ലാം 3 ആൾ പറയുന്നു, എനിക്ക് ഓഫീസിന്റെ കുറെ പണി കൊടുത്തി. ഇതൊരു വാട്സപ്പാണ്. പിന്നെ ആ പയ്യൻ പറയും, ഞാൻ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ, എപ്പോ കാണും? ആ പെൺകുട്ടി പറയുന്നു, എനിക്ക് ഒരു കാർട്ടൂൺ സിനിമ കാണുന്നു. അമ്മ പിന്നെ 10 മിനിറ്റ് ശേഷം വീണ്ടും ഒരു മെസ്സേജ് കൊടുക്കും, ഇനി വരാമല്ലോ. ആ രീതിയിലാണ് അമേരിക്ക USA കാര്യം. നമ്മൾ അവിടെ വരെ എത്തിയില്ലെങ്കിലോ ഉടനെ നമ്മൾ അവിടെ എത്തുന്നതാണ് എന്റെ പേര്. We will reach there within 2-3 years. We will reach in that situation. ആ സിറ്റുവേഷനിൽ നമ്മൾ പോകേണ്ട സോഷ്യൽ മീഡിയാസ് അത് ഒരു സൈഡിലുള്ള ശല്യം. രണ്ടാമത്തെ സൈഡിലുള്ള ശല്യം ദാറ്റ് ഈസ് ക്രിമിനൽ. ആവശ്യമില്ലാതെ മെസ്സേജ് ആരെ അയച്ചാൽ, ഇല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും ഒരു ശല്യം ചെയ്താൽ, മറ്റേ ആളുകൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ, Information and Technology Act, Section 66A and B. You can note down and you will see it on Google. Information IT Act, 66A and B. 3 വർഷത്തേക്ക് ജയിലിൽ പോകാം കേസ് പ്രൂവ് ആയാൽ. ഇല്ലെങ്കിൽ IPC ഉണ്ട്. IPC Section 54, Section 354A, B, C, D. പിന്നെ 506, 509, 511 ഇതെല്ലാം ഏതൊരു വകുപ്പ് ഉപയോഗിച്ചിട്ട് 3 വർഷത്തിന്റെ ജയിലുണ്ടെന്ന്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു നോട്ടം ഈ മോശമായ രീതിയിൽ ആരും കണ്ടാൽ ജയിലിൽ പോകുമെന്ന് നിങ്ങൾ എന്താ വായിച്ചു കാണാം. Read it again. 354C. Voyeurism. There is a thing called in English, it is called voyeurism. 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 Voyeurism ഇതിൽ സമയമൗലികളൊന്നുമില്ല. അത് ഒരു ഞാൻ കൊളക്ടറൽ ലാംഗ്വേജിന് അവിടെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഒറ്റ നോട്ടം മതി മോശമായ രീതിയിൽ ദുരുദ്ദേശം കൊണ്ടുമാണ് ഒരു പെണ്ണെ കണ്ടാൽ, പെണ്ണ് അത് പരാതി കൊടുത്താൽ, if it is convicted, you are for 3 years you are in jail. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ നിയമമാണ്. നിർഭയ മരിച്ച ശേഷം, നിർഭയ കുട്ടിയുടെ കാര്യം നമ്മൾ എല്ലാവർക്കും അറിയാം. പിന്നെയാണ് സ്റ്റോക്കിംഗ്, STALKING, 354D. അതായത് ഒരു പെൺകുട്ടിയോട്, ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ വേറെ പെൺകുട്ടി ആരും നിരന്തരമായി ശല്യപ്പെടുത്തുക മൊബൈൽ ഫോണില്. അശ്ലീലമായ ചിത്രമൊക്കെ ആണെങ്കിൽ അത് 354 തന്നെ. അതിനകത്തൊക്കെ ഒന്നും നോക്കാനൊന്നുമില്ല. അതുമില്ലെങ്കിലും യെസ്, ഒരു ദിവസത്തിൽ ഒരു 15 പ്രാവശ്യം ഗുഡ് മോർണിംഗ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. വേറെ ഒന്നുമില്ല, ഒരു ഗുഡ് മോർണിംഗ്. അതൊരു മോശമാണ്. എത്ര പ്രാവശ്യം ഗുഡ് മോർണിംഗ് നമുക്ക് വായിക്കാൻ പറ്റും? ആ കുട്ടി ഇതിന്റെ പേരിൽ ഒരു പരാതി കൊടുത്താൽ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്കിംഗ്. യു വിൽ ബി ഇൻ ജയിൽ. ഇത് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഇത് നിയമമാണ്. ഇറ്റ് ഈസ് എ ലോ ഓഫ്
ഓഫ് ദ ലാൻഡ്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ കുട്ടികളോട് പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ സെക്യൂരിറ്റി? ഈ പെൺകുട്ടികളോട് ഞാൻ ചോദിച്ചോട്ടെ, താഴെ നിങ്ങൾ ഈ താഴെ പോകുമ്പോൾ ഏതൊരാൾ താഴെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഹൗ വുഡ് യു പ്രൊട്ടക്ട് യുവർ സെൽഫ്? അവർക്ക് വന്ന് അറിയാമോ? പിടിച്ച് നിൽക്കഴിഞ്ഞാൽ അവിടെ 1-2 മിനിറ്റ് നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയാലോ ആള് വന്നാൽ 3-4 മിനിറ്റൊക്കെ എടുക്കൂലേ? ആ 3-4 മിനിറ്റ് വരെ നിങ്ങൾ എന്തിയാ പോകുന്നു? ഇവിടെ ഒന്നും ചെയ്തില്ല. അപ്പൊ അതിനു വേണ്ടി ഐ റിക്വസ്റ്റ് യു ഹാവ് ബീൻ ഇൻ ആർമി, യു നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെക്യൂരിറ്റി, സർ. My opinion is, which I even tell to my daughter, I have a daughter like you and my wife, that is, go and learn, take a crash course in karate or taekwondo for 3 months. That is it's a serious thing. It is a serious thing. In your bag, you are carrying a bag, handbag, every lady carries in this country. എന്തൊക്കെയാണ് ആ ബാഗിന്? ഒന്ന് കാണണമല്ലോ. ഒന്നുമില്ല അതിനകത്ത്. There is no thing you are carrying by which you can protect yourself. Delhi police officially is issuing, I will send you photographs. Just remind me on tomorrow. I will send you 5 films I have received from Delhi police. It is on mail only. I will just email you. ആ സിനിമ അവരെ ഒന്ന് കാണിക്കണം. 5 സിനിമകളാണ് ഈ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഡൽഹി പോലീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. Delhi is the least secure place in this country. അത് സംശയമൊന്നും വേണ്ട. 21 people are kidnapped every day, for a kind of information. Official figures. എത്ര പെൺകുട്ടികളുടെ കൂടെ ശല്യം നടത്തുന്ന നല്ലൊരു ചിലപ്പോൾ വേണമെങ്കിൽ പറയാം nearly 50 women, 21 people are kidnapped every day in Delhi alone. ശരിയൊരു സ്ഥലമാണ്. പെൺകുട്ടികളുടെ ശല്യം നമ്മളെല്ലാവർക്കും അറിയാം. നിർഭയമൊക്കെ എല്ലാം നടത്തുന്നത് എന്ന ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹി പോലീസ് തന്നെ പറയുന്നു, ഒരു പെൺകുട്ടിയുടെ ബാഗിൽ ഒരു കുരുമുളക് സ്പ്രേ, ചില്ലി സ്പ്രേ, ഇതൊക്കെ എല്ലാം ഉണ്ടായിരിക്കണം. They have issued orders, official orders. ചെറിയൊരു കത്തി വേണമെങ്കിൽ വെക്കാം. You have to use everything by which you can save yourself. ചിലപ്പോൾ അവസാനം നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു നമ്മളൊന്ന് അവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനേക്കാൾ ഭേദം ഇതെല്ലാം ഒന്നും വേണ്ട, താങ്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറുതായിട്ട് താങ്കൾ ഒരു എന്തെങ്കിലും പഠിച്ചാൽ, ഒരു കരാട്ടയൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ എല്ലാ ശല്യങ്ങളും ഒഴിവാക്കാം. So that is the time has come. നമ്മളത് കേരളത്തിലൊന്നുമില്ല, വളരെ ശാന്തതാണ്, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു സ്ത്രീകളെ നോക്കാൻ പോലെ മോശമായ രീതിയിൽ ആണുങ്ങളെ എപ്പോഴും പെണ്ണുങ്ങളെ കാണുന്നതും പറഞ്ഞിട്ട് അതിന്റെ നിയമം ഒന്നുമില്ല. ഇപ്പൊ സർക്കാർ നിയമം തന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. 2015 ഈ മോശമായ രീതിയിൽ കണ്ടത് ആകെ കേരളത്തിലെ എടുത്തത് 8 കേസുകൾ മാത്രമാണ്. അറിയാമോ? അത് പത്രത്തിലുണ്ട്. നാഷണൽ റിപ്പോർട്ട് ക്രൈം ബ്യൂറോ ഒന്ന് വായിക്കണം. I had written an article in Matrimony just 1 month before. ഈ ബസ്സിലെ പോകുമ്പോൾ ശല്യം പെൺകുട്ടികൾ, എന്റെ ഭാര്യ, എന്റെ മക്കൾ എന്ന് പറയാറുണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തെല്ലാം ശല്യങ്ങളാണ് സഹിക്കുന്നത്. ബസ്സിനെ ശല്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു വകുപ്പ് നമ്മുടെ IPC-യിലുണ്ട്. കേരളത്തിന് ആകെ കിട്ടിയത് 9 പരാതികൾ മാത്രമാണ്. അപ്പൊ 9 പെൺകുട്ടികളെ മാത്രമേ ബസ്സിൽ പോകുമ്പോൾ ശല്യം ഉണ്ടാകുന്നതാണോ? ആണോ? അപ്പൊ എത്രയും 100% സാക്ഷരമായ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പരാതി പോലെ പറയാൻ പോകാറുണ്ട്? ന്യൂസൻസ് അറ്റ് ദ വർക്കിംഗ് പ്ലേസ്. അതൊരു പുതിയ the Vishakha versus government of Rajasthan, the Supreme Court in the order in 1997 മുതൽ വർക്കിംഗ് പ്ലേസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ പ്രത്യേകം സംരക്ഷണം ഉണ്ടാവണം, ഒരു കമ്മിറ്റി ഉണ്ടാവണം, അതിനകത്ത് അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അതിന്റെ അംഗമൊക്കെ ആയിരിക്കണം, പല നിയമങ്ങളൊക്കെ ഉണ്ട്. ആ കേസിന് കേരളത്തിന് ആകെ അവർക്ക് കിട്ടിയ പരാതികൾ 6.
22% പെൺകുട്ടികളാണ് സ്ത്രീകളാണ് കേരള സർക്കാരിൽ ജോലി ചെയ്യുന്നത്. അവർക്ക് ആ പെൺകുട്ടികൾക്ക് മാത്രമേ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശല്യം ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയല്ല. നിയമം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, പരാതിപ്പെടുത്തുക. ഒന്ന് രണ്ടാണ് ജയിലിൽ പോയാൽ അതിന്റെ ഇഫക്ട് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് Mr. Shri Ashok Kumar sir and Ravi that they gave me an opportunity to speak to all of you. I really I wish all the best to you, and especially when I was coming I was told that you are all going to have a big function and the Luminance 2016. I wish you all the best. It is the biggest management festival in South India. It's very good. I wish that most of you win all those tournaments or all those activities which will be held during that time. And if there is any question, you can ask. I will be happy to answer. Jai Hind.